ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 10-ാം സ്കന്ധം 17-ാം അധ്യായം. കാളിയൻ രമണകദ്വീപം വിടാനുള്ള കാരണം. രാജാവ് പറഞ്ഞു, സർപ്പാവാസം രമണകം വിട്ടതെന്തിന്നു കാളിയൻ? ഈ സർപ്പം മാത്രമത്താർക്ഷ്യൻ എന്തു തെറ്റഥ ചെയ്തതും? ശ്രീശുകൻ പറഞ്ഞു, താർക്ഷ്യന്നു ഭക്ഷ്യമായി മാസം തോറും സർപ്പങ്ങൾ തൻ ബലി ആൽച്ചോട്ടിലേകാനായി മുന്നം തീർപ്പു കൽപ്പിച്ചു പത്മജൻ. കറുത്തവാവായി സർപ്പങ്ങൾ സ്വസ്വഭാഗമിതിൻപടി ആത്മരക്ഷാർത്ഥം അപ്പക്ഷിശ്രേഷ്ഠന്നു ബലി നൽകി പോൽ. വിഷവീര്യമദത്താൽ അക്കാളിയൻ കദ്രുതൻ സുതൻ താർക്ഷ്യനെ തുച്ഛമായി നണ്ണി ഭുജിച്ചാൻ സ്വയം അബ്ബലി. അതു കേട്ടുൽക്കടാമർഷം പൂണ്ടൊരഭഗവത് പ്രിയൻ തദ്വധേച്ഛു പറന്നെത്തി വിദ്രുതം കാളിയാന്തികം. മഹാവിഷൻ പാമ്പഥ തദ്ഭണങ്ങളും വിടർത്തി ജിഹ്വാചലനോഗ്രനേത്രനായി കരാളമാം ചീറ്റലുമൊത്തെതിർത്തഹോ കടിച്ചു തൻ ദംഷ്ട്രകളാൽ ഖഗേന്ദ്രനെ. തഥാ തരിമ്പും വകവച്ചിടാതെ തന്നിടം സുവർണച്ചിറകാലഹീന്ദ്രനെ പ്രചണ്ഡവേഗത്തോടടിച്ചു രോഷപൂർവകം മഹാവിക്രമിയാം ഖഗേശ്വരൻ. സുപർണൻ തൻ ചിറകടിയേറ്റൊര സർപ്പമാർത്തനായി അത്യഗാധം തദ്ദുരാപം കാളിന്തി ഹൃദമാർന്നുതേ. മുന്നം കാളിന്തിയിൽ താർക്ഷ്യനിഷ്ടമത്സ്യം ഭുജിക്കവേ വിലക്കി സൗഭരി ബലാൽ ഭുജിച്ചാൻ പശിയാൽ ഖഗം. മത്സ്യേന്ദ്രനെയും കൊന്നപ്പോൾ കേഴും മറ്റു ശഷങ്ങളിൽ കൃപാർദ്രനായി തൽക്ഷേമാർത്ഥം ചൊന്നാൻ സൗഭരി ഇങ്ങനെ. എനിയഗരുടൻ മത്സ്യങ്ങളെ ഇങ്ങു ഭുജിക്കുകിൽ തൽപ്രാണനും പോമപ്പോൾ താൻ സത്യം കഥിപ്പു ഞാൻ. കാളിയൻ മാത്രമേ സത്യം ധരിച്ച് അങ്ങു വസിച്ചതാം. അങ്ങു നിന്നും അവൻ നിഷ്കാസിതനായി കൃഷ്ണനാൽ നൃപ. മഹാമണികളും സ്വർണഭൂഷാ ഗന്ധാംബരങ്ങളും മഹാമണികളും സ്വർണഭൂഷാഗന്ധാംബരങ്ങളും പൂണ്ടു കൃഷ്ണൻ നീർക്കയത്തിൽ നിന്നും കരയിലേറവേ. പ്രാണൻ ലഭിച്ച പോൽ സർവഗോപന്മാരുമെണീറ്റുടൻ ആനന്ദോന്മത്തരായി പ്രീത്യാ പുണർന്നാൻ നന്ദസൂനുവേ. യശോദയും രോഹിണിയും ഗോപഗോപികൾ നന്ദനും കൃതാർത്ഥരായി തഥാ ലബ്ധജ്യേഷ്ഠരായി തീർന്നു കൗരവ. സസ്മിതം കൃഷ്ണനെ പുൽകി തജ്ഞനാം ബലരാമനും മോദിച്ചു പൈക്കളും കാളകളും വത്സങ്ങളും തഥാ. നന്ദനോടോതി തരസാ സപത്നികൾ പുരോഹിതർ ഭാഗ്യത്താൽ മുക്തനായി കാളിയങ്കൽ നിന്നും തവാത്മജൻ. മകൻ രക്ഷപ്പെട്ടതിനാൽ വിപ്രർക്കേകുക ദക്ഷിണ. പ്രീത്യാ തഥാ നൽകി നന്ദൻ ഗോസുവർണാദിഭൂപതേ. പോയെന്നോർത്തു കിട്ടിപ്പോയുള്ള തൻ മകനെ സതി യശോദമടിയിൽ കേറ്റി പുൽകി വാർത്തിതു കണ്ണുനീർ. പൈതാഹത്താൽ ക്ഷീണിതരാം വ്രജവാസികൾ ഗോക്കളും കാളിന്തിക്കരയിൽ തന്നെ കഴിച്ചാരന്നു രാത്രിയിൽ. ഗ്രീഷ്മത്താൽ ശുഷ്കമാക്കാട്ടിൽ അന്നെപ്പേരുമുറങ്ങവേ രാപ്പാതിക്ക് ഉഗ്രമാം കാട്ടുതീയൊന്നുണ്ടായി ചൂഴവും. തീച്ചൂടാൽ ഞെട്ടിയെഴുന്നേറ്റാർത്തരായി വ്രജവാസികൾ പ്രാപിച്ചാർ ശരണം മായാമർത്യനാം ജഗദീശനെ. കൃഷ്ണ മഹാഭാഗ രാമ നിസ്തുല വിക്രമ, ഈ ഘോരാഗ്നിയിൽ നിൻ കൂട്ടരിതാം വേവുകയായി വിഭോ. ദുർവാരമേ മൃത്യുഭീതിയിൽ നിന്നും രക്ഷിക്കുകങ്ങളെ. അകുതോഭയമാം നിൻകാൽ താർ വിടാൻ ശക്തരല്ലിവർ. സ്വജനക്ലേശമീ വണ്ണം കണ്ടൊര ജഗദീശ്വരൻ അപാരവീര്യൻ അതീവ്രകാലാഗ്നിയെ വിഴുങ്ങിനാൻ. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 17-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.